കൊച്ചി ആർമി ഫ്ളാറ്റിന്റെ നിർമ്മാണ പിഴവിൽ വൻ അഴിമതിയെന്ന് ഫ്ളാറ്റ് ഉടമകൾ, നിർമ്മാണ കമ്പനിയും ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷനും തമ്മിൽ ഒത്തുകളിച്ചെന്നും ആരോപണം. നഷ്ടപരിഹാരം ലഭിക്കുന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും ഫ്ളാറ്റ് ഉടമകൾ. പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട വൈറ്റ്ല ചന്ദർകുഞ്ച് ആർമി ടവറിന്റെ നിർമ്മാണ പിഴവിൽ കരാർ കമ്പനിയും AWHOയും വൻ അഴിമതി നടത്തിയെന്ന ഫ്ളാറ്റ് ഉടമകൾ. ഈ ഒത്തുകളിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഉടമകൾ പറഞ്ഞു. അതേസമയം ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ട വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിൽ വ്യക്തതയില്ലെന്നും അവർ പറഞ്ഞു. ഡീറ്റെയിലേക്ക് ജഡ്ജ്മെന്റ് പോയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈസ് എൻട്രസ്റ്റിംഗ് എ കമ്മിറ്റി ടു ഡു ഓൾ ദീസ് തിങ്. റെന്റൽ കിട്ടുന്നത് ഈ 40 പേർക്കേ ഉള്ളൂ. ഇപ്പം ജഡ്ജ്മെന്റ് അനുസരിച്ച് 208 പേരിൽ 40 പേര് കഴിഞ്ഞിട്ടുള്ള 160 പേർക്ക് ഈ അഡ്വാൻറ്റേജ് കിട്ടില്ല. വി ആർ കംപ്ലീറ്റ്ലി ലൂസിംഗ് ട്രസ്റ്റ് ഇൻ ദ ആർമി ഓർഗനൈസേഷൻ. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ശില്പ പ്രൊജക്ട് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത്. നേരത്തെ വിവാദത്തിലായ കമ്പനിക്ക് എന്തിന് കരാർ നൽകിയെന്ന ഫ്ളാറ്റ് ഉടമകൾ ചോദിക്കുന്നു. 2013 ഒരു കോർട്ട് ഓഫ് എൻക്വയറി ബഹുമാന്യനായ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പം വടുതല ഇവരുടെ ഒരു പ്രോജക്റ്റിലെ അഴിമതിയെക്കുറിച്ചുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്ന് ഒരു അന്വേഷണം നടത്തിയതാണ്. അന്ന് സിൽവർ സാൻഡ് ഈ ചന്ദർകുഞ്ച് പ്രോജക്റ്റും ആ കോർട്ട് ഓഫ് എൻക്വയറിയുടെ പർവ്യൂവിൽ വന്നതാണ്. സെയിം കോൺട്രാക്ടറും സെയിം പ്രോജക്റ്റ് ഡയറക്ടറെയും ചന്ദർകുഞ്ച് സിൽവർ സാൻഡ് പ്രോജക്റ്റ് ഏൽപ്പിച്ചു. 200 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം 2 വർഷം കൊണ്ടാണ് തകർന്നു തുടങ്ങിയത്. പുനർനിർമ്മാണമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. കൈരളി ന്യൂസ്, കൊച്ചി.